പുള്ളി മറ്റേ മമ്മൂട്ടിയെ പോലെ ഡെയിലി ചെയ്യത്തില്ല. ശീർഷാസനമൊക്കെ 1 മണിക്കൂർ ശീർഷാസനം നിൽക്കുന്ന വീഡിയോ തന്നെ ലാപ്ടോപ്പ് ഓപ്പൺ ചെയ്ത് കാണിക്കും. മമ്മൂട്ടിയൊക്കെ പറയുന്നത് ഇഷ്ടമുള്ളതൊക്കെ കഴിക്കാം, ഇഷ്ടമുള്ള പോലെ കഴിക്കാതിരുന്നാൽ മതി. ഇപ്പോൾ ഞാൻ നിങ്ങളോട് ഇതിനു മുമ്പത്തെ ട്രെയിനിങ്ങിനും പറഞ്ഞിട്ടുള്ളതാണ്. എനിക്ക് ഏറ്റവും കൂടുതൽ ഇവിടുത്തെ പല ആൾക്കാരും സിനിമ കാണാനും ഇവരെയൊക്കെ ആരാധിച്ച് പോകുന്ന സമയത്ത് ഞാൻ ഇവരെയൊക്കെ ഏതെങ്കിലും മേഖലയിൽ വിജയിച്ചിട്ടുള്ള ആൾക്കാരെ അവരെ ഒബ്സർവ് ചെയ്ത് അവരുടെ ക്വാളിറ്റീസ് എന്താണ്, അവരെന്തുകൊണ്ടാണ് അതിനകത്ത് ആയെന്ന് പഠിക്കാറുണ്ട്. ഞാൻ വിശ്വസിക്കുന്നത് 40-45 വർഷം മറ്റേ ഒരു ഇൻഡസ്ട്രി അടക്കി ഭരിച്ച് മമ്മൂട്ടി മോഹൻലാലൊക്കെ നിൽക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അവർക്ക് ലൈഫിനെ കുറിച്ചുള്ള കാഴ്ചപ്പാടും ആരോഗ്യത്തെക്കുറിച്ചുള്ള അറിവുകൊണ്ടാണ് കൊള്ളിയാൻ മിന്നുന്നതിൽ മിന്നിപ്പോകാൻ ധാരാളം പേർക്ക് പറ്റും. ഒരു ചാമ്പ്യൻഷിപ്പിൽ 40-45 വർഷം അങ്ങനെ തന്നെ നിൽക്കുക എന്ന് പറഞ്ഞാൽ ചെറിയ കളിയല്ല. അത് അവരുടെ ആരോഗ്യത്തെക്കുറിച്ച് ലൈഫിനെ കുറിച്ചുള്ള ആ ഒരു കൃത്യമായ കാഴ്ചപ്പാടുകളുണ്ടാവും. പുള്ളിയൊന്നും ഒരു കോംപ്രമൈസും വരുത്തിയല്ല. എത്ര ചീത്തയാകാനാണ് എല്ലാ സാഹചര്യങ്ങളും ഉള്ള ഒരു ഫീൽഡല്ലേ. ഫുഡിനൊക്കെ അത്ര ഡിസിപ്ലിനാണ്. പുള്ളിയോട് തന്നെ ചോദിച്ചു, ഒരു കപ്പയും മീനൊക്കെ എല്ലാം കഴിക്കരുത്. പിന്നെ കപ്പയും മീനൊക്കെ കിട്ടിയാൽ പിന്നെ നമ്മൾ വിടാൻ പറ്റുമോ? പക്ഷേ ഇത് കട്ട് ചെയ്യാൻ വേണ്ടി അടുത്ത 3 ദിവസം അതുപോലെ പിന്നെ ജീവിക്കുള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള മോഹൻലാലിനെ കുറിച്ച് മോഹൻലാലിൻ്റെ ഒരു പേഴ്സണൽ ട്രെയിനർ പുള്ളിയോട് ഒരിക്കൽ ചോദിച്ചവൻ പറഞ്ഞത്, പുള്ളി മറ്റേ മമ്മൂട്ടിയെ പോലെ ഡെയിലി ചെയ്യത്തില്ല, ആഴ്ചയിൽ ഒരു ദിവസം 2 ആഴ്ച കൂടുമ്പോഴായിരിക്കും. ശീർഷാസനമൊക്കെ 1 മണിക്കൂർ ശീർഷാസനം നിൽക്കുന്ന വീഡിയോ തന്നെ ലാപ്ടോപ്പ് ഓപ്പൺ ചെയ്ത് കാണിക്കും. ഇത് കഴിഞ്ഞ് ഇടയ്ക്ക് പോയി 10-15 ദിവസം പിഴിച്ചിൽ. അതുകൊണ്ടാണ് അവർ ഇതിനകത്ത് വിജയിച്ചത്. അവർ ആരോഗ്യത്തെക്കുറിച്ചുള്ള അറിവുകൊണ്ടാണ് ആ മേഖലയിൽ അവർ ഇത്രയും വർഷം ഇതായിട്ട് നിൽക്കുന്നതിൻ്റെ കാരണം.